ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ മുതുമലൈ ടൈഗർ റിസർവിന് ശേഷം ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടന്നിരിക്കുകയാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, അത് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം എന്നൊക്കെ തന്നെ പറയാം. ഈ ദേശീയ ഉദ്യാനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള മരങ്ങൾ, സസ്യലതാദികൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങൾ. ഏതൊക്കെ ഇനം മൃഗങ്ങളാണ് ഈ ഫോറസ്റ്റിൽ ടൈഗർ റിസർവിനകത്ത്? ടൈഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ടൈഗർ എന്തായാലും ഉണ്ട്. അതുകൂടാതെ ഏതെല്ലാം മൃഗങ്ങളാണ് ഈ ഫോറസ്റ്റിനകത്ത് സ്ഥിതി ചെയ്യുന്നത്? നിലവിലെ കണക്ക് പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ തുടങ്ങി മറ്റു പ്രത്യേകതകളെ കുറിച്ചാണ് ഈ ഒരു ചെറിയ വ്ളോഗിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂരിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ റോഡിനൊക്കെ പ്രത്യേകത? ഈ മുതുമല ടൈഗർ റിസർവ് കർണാടകയും അതുപോലെ തന്നെ തമിഴ്നാടും ചില ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് ഒന്നും കൂടെ റോഡ് ഉഷാറായത് കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. കർണാടകയിലെ റോഡ് മോശം എന്നല്ല, ഈ സൈഡിൽ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് കണ്ടോ. ഇവിടെ ലൈൻ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് മങ്ങിപ്പോയ രീതിയിലാണ് കാണുന്നത്. എങ്കിലും റോഡിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ തമിഴ്നാടാണ് ഇപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് ഇടയ്ക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ? ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ച ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കുറവാണ്. മുതുമല ടൈഗർ റിസർവിനകത്താണ് അത്യാവശ്യം മൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഏതോ ഒരു ടീം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. മിക്കവാറും അത് ഫോറസ്റ്റ് ഓഫീസർ കണ്ടു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ചെക്കിങ്ങിനായിട്ട് അവർ നിരന്തരം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ വഴി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കന്ന് ഫൈനായിട്ടുള്ളത്, മുത്തങ്ങ കയറിയപ്പോൾ നമുക്ക് ഫൈനായിട്ടുള്ളത് 1000 രൂപയാണ്. ശരിക്കും 10,000 രൂപയാണ് ഫൈൻ ഉള്ളത്. പക്ഷെ പറഞ്ഞ് ഒരുവിധം ഒപ്പിച്ച് 1000 രൂപയിൽ ഒതുക്കി. ഫ്രണ്ട്സ്, കർണാടകയിൽ ടോട്ടലായിട്ട് 31 ജില്ലകളാണ് ഉള്ളത്. ഈ 31 ജില്ലയിൽ 5 ദേശീയ ഉദ്യാനങ്ങളാണ് നിലവിലുള്ളത് കേട്ടോ. ഈ 31 ജില്ലയിൽ എന്ന് പറയുമ്പോൾ ചാമരാജനഗർ എന്ന് പറയുന്ന ഈ ജില്ലയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആന 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 ഇപ്പൊ റോട്ടിൽ കയറില്ലേ? മാന് പോയി. ഒറ്റപ്പെട്ടു പോയി അവൻ. അടിപൊളി. നമ്മളങ്ങനെ ഒരു ആനയെ കൂടെ കണ്ടിരിക്കുക കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചു വന്നിട്ട് അല്ലേ, കണ്ടില്ല എന്ന് പറഞ്ഞാൽ മോശമില്ല. ഒരു ആനയെ കണ്ടിട്ടുണ്ട്, നല്ലൊരു അടിപൊളി ആനയാണ്. ഇനി ഒരു കടുവയെ കൂടി കാണണം, അതാണ് ഒരു ആഗ്രഹം. ഈ നാഷണൽ പാർക്കിന്റെ വലുപ്പം എന്നത് 352 ചതുരശ്ര മൈലാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഈ ഒരു ദേശീയ ഉദ്യാനത്തെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ പിറകിലോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. 1931 മൈസൂര് രാജാവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വന്യജീവി സങ്കേതം നിലകൊണ്ടത്, സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെ പറയാം. വെറും 35 ചതുരശ്ര മൈലിലായിരുന്നു ഈ ഒരു വന്യജീവി സങ്കേതത്തിന്റെ തുടക്കം. ഇവിടെ വീട് പോലുള്ള കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇത് ഫോറസ്റ്റ് ഓഫീസ് കേട്ടോ. ഫോറസ്റ്റ് ഓഫീസാണ്, കുറച്ചധികം വലിയ ഓഫീസ് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് പോകാനായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യമുണ്ട്. ഒരു 10 രൂപ കൊടുക്കണം എന്നേ ഉള്ളൂ. നല്ലൊരു സംഗതി തന്നെയാണല്ലേ. ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ചെത്തുന്ന യാത്രക്കാർക്കൊക്കെ ഒന്ന് ചില്ലാവാൻ, വിശ്രമിക്കാൻ വിശ്രമിക്കാൻ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഈ നാഷണൽ പാർക്കിന്റെ പേര് കേട്ട കുറച്ചൊരു കോമഡിയാണ്. വേണുഗോപാല വന്യജീവി സങ്കേതം എന്നാണ് പേരുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം 1973 പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനം എന്നൊക്കെ നിലകൊള്ളാൻ കാരണമായിട്ടുള്ളത്. അങ്ങനെ 1974 ഒഫീഷ്യലായിട്ട് ബന്ദിപ്പൂര് ഒരു നാഷണൽ പാർക്കായിട്ട് മാറുന്നത്, കർണാടകയുടെ ദേശീയ ഉദ്യാനമായിട്ട് മാറിയത്.
പിന്നെ ഈ പാർക്കിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലമായിട്ടുള്ളത് ഹിമവത് ഗോപാല സമി ബേട്ട എന്ന് പറയുന്ന ഒരു കുന്നിൻ മുകളാണ്. ആ കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. പാർക്കിലെ വൻ സസ്യജാലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഇനം വ്യത്യസ്തമായുള്ള തേക്ക് മരങ്ങൾ, റോസ് വുഡ്, ലാറ്റിഫോളിയ എന്ന് പറയുന്നത് ചന്ദന തടികൾ, ഇന്ത്യൻ ലോവർ, അതുപോലെ തന്നെ ഇന്ത്യൻ അക്കിനോട്രി എന്ന് പറയുന്ന മറ്റ് വ്യത്യസ്ത ഇനം മരങ്ങളും, വലിയ ഇനം മുളങ്കൂട്ടങ്ങളും, പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള വ്യത്യസ്ത പൂച്ചെടികളും കുറ്റിച്ചെടികളൊക്കെ കൊണ്ട് സമൃദ്ധമാണ് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ്. കടുവ, പുള്ളിപ്പുലി, കുറുക്കൻ, ഏഷ്യൻ ആന, ഇന്ത്യൻ ആനയുണ്ട്. അതുപോലെ തന്നെ മടിയൻ കരടി, ധോലെ, സ്വർണ്ണ കുറുക്കൻ, ഭീമൻ അണ്ണാൻ, കുരങ്ങൻ, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളാണ് പ്രധാനമായിട്ടും, അതുകൂടാതെ ഉണ്ട് പ്രധാനമായിട്ട് ഈ ഫോറസ്റ്റിനകത്ത് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ 2 വീലറിന് ഇത്രയും ദൂരം പോകുന്നത് കൊണ്ട് റിസ്കി ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ്. ബൈക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ, അതുപോലെ സ്കൂട്ടി തുടങ്ങിയ വാഹനങ്ങളിൽ പോകുമ്പോൾ കടുവയെയും കരടിയെയും മാത്രം നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മതി. കടുവ നമ്മുടെ കയ്യിൽ പിടിയിലൊതുങ്ങുന്ന സാധനമല്ല. അപ്പോൾ അതാണ് കുറച്ച് റിസ്കി ആയിട്ടുള്ള കുറച്ച് മൃഗങ്ങൾ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയാലൊക്കെ രക്ഷപ്പെടാം. അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക. നാഷണൽ ഹൈവേ 181 നാഷണൽ ഹൈവേ 166 ഈ ഫോറസ്റ്റിനകത്തൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇവർ ഒരുപാട് മുന്നേ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട് യാത്രക്കാരുടെ ഇടയിൽ നിന്ന്, അതുപോലെ തന്നെ മലയാളീസിന്റെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്പീഡാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. ഇത്തരം റോഡുകളിൽ ഒരുപാട് ഹമ്പ് കാര്യങ്ങൾ നമുക്ക് കാണാം. ഇടയ്ക്ക് ഇടവിട്ട് ഹമ്പുകളുണ്ട്. ഈ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ഈ റോഡിന് എത്ര പെട്ടെന്ന് പരിഗണിക്കില്ല. കാരണം അത്യാവശ്യം സ്പീഡിൽ ഓടുന്ന മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓടി തന്നെ പോകും. അപ്പോൾ ഈ അമിത വേഗതയിൽ വരുന്ന വാഹനം മൃഗങ്ങൾക്ക് നേരെ ഇടിച്ചിട്ട് അങ്ങനെ ആനയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഡ്രൈവർ കാരണം ആനയൊക്കെ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിനിമം സ്പീഡ് ഓടിക്കുക. ഇപ്പോൾ ഒരുപാട് അമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാതെ സ്പീഡിൽ പോകാനും പറ്റില്ല. നാട് ആസ്വദിച്ച് മെല്ലെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്തരം ഫോറസ്റ്റിനകത്തേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഒരു പ്രത്യേക ആംബിയൻസ്, കൂളിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ നല്ല ഒരു ശുദ്ധവായുവൊക്കെ ശ്വസിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ശരിക്കും കിട്ടുന്നുണ്ട്. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ദൂരെ വഴിക്ക് ഒരു ഇത്ര മീറ്റർ അകലേക്ക് വെട്ടി നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഒന്ന്, മൃഗങ്ങൾ ഭക്ഷണം തേടി നടക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും റോഡരികിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇത്ര കടത്തി വെട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കാം. മറ്റൊന്ന്, ഏറ്റവും വലിയൊരു കാരണമായിട്ടുള്ളത് കാട്ടുതീ പടരുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ. വലിയ രീതിയിൽ കാട്ടുതീ പടരുകയാണെങ്കിൽ ഈ ഇത്തരം റോഡുകൾ ഒരു ആശ്വാസ മേഖലയേക്കാം എന്നുള്ള രീതിയിലും ചെയ്തിട്ടുണ്ടാവും. അപ്പം മച്ചാമാരെ, നമ്മളങ്ങനെ ഏകദേശമൊക്കെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഒരു പൂന്തോട്ടമൊക്കെ കാണാനുണ്ട്, സൂര്യകാന്തി പൂന്തോട്ടം. അപ്പോൾ ഇനി നമ്മുടെ യാത്ര നേരെ അവിടേക്കാണ്. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.